കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 31. ആദത്തിന്റെ ഹലോ കേട്ടയുടനെ ആലി ഒരു നിമിഷം നിശബ്ദമായി അവന്റെ സ്വരം ഹൃദയത്തിലേക്ക് ആവാഹിച്ചിട്ട് പറഞ്ഞു, മിസ്യൂഡ. ആലിയുടെ സ്വരം കേട്ടതും ആദത്തിന്റെ കണ്ണുകൾ ചുവന്നു വരാൻ തുടങ്ങി. ആലി, നീ കരഞ്ഞോ? മറുപുറത്ത് പിന്നെയും നിശബ്ദതയാണെന്ന് മനസ്സിലായപ്പോൾ ആദം വേദനയോടെ ചോദിച്ചു, നീ എന്തിനാടി ഇങ്ങനെ കരയുന്നത്? ആദം, നീ സങ്കടപ്പെടാതെ. നീ ഇല്ലാതെ ഈ മുറിയിൽ വല്ലാതെ ശൂന്യത നിറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അതാണ് കരഞ്ഞുപോയത്. ഞാനിനി കരയില്ല. ആലിയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടതും ആദം ചോദിച്ചു, ആലി, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ വന്നത്. പ്രവിയും അഭിയും ഇല്ലേ? ആശയും ബീനയും ഇങ്ങനെ കരയുന്നില്ലല്ലോ. ഞാൻ അവരെ പോലെയാണോ? എനിക്ക് മക്കളുണ്ടോ? ഈ മുറിയിൽ നീയില്ലെങ്കിൽ ഞാൻ തനിച്ചല്ലേ? ആദത്തിന് മറുപടി പറയാൻ കഴിയാതെ നെഞ്ചു കലങ്ങി കണ്ണു നിറഞ്ഞപ്പോൾ പ്രവീണും അഭിയും ഇരു സൈഡിൽ നിന്നും അവനെ ചേർത്തു പിടിച്ചു. ആദം, നീ സങ്കടപ്പെടേണ്ട. ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. നീ ഓക്കെ അല്ലേ? കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് വരാൻ ശ്രമിക്ക്. ഞാൻ കാത്തിരിക്കും. ലവ് യു. ലവ് യു ടു ആലി. അതും പറഞ്ഞ് കൂടുതൽ പറയാൻ നിൽക്കാതെ ആദം ഫോൺ കട്ട് ചെയ്തു. സങ്കടപ്പെടാതെ, എല്ലാം ശരിയാകും. നിനക്കൊരു കുഞ്ഞിനെ കർത്താവ് തരും. ഈ പള്ളിയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ പറയുകയാണ്, അടുത്തൊരു വർഷത്തിനുള്ളിൽ നിനക്കും ഒരു കൺമണിയെ കിട്ടും. കൂട്ടുകാരുടെ വാക്കുകളിൽ സന്തോഷം തോന്നി അതിൽ ആത്മവിശ്വാസം കണ്ടെത്തി ആദം അവരെ ചുറ്റിപ്പിടിച്ചു നിന്നു. കാറിനുള്ളിലിരുന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചത്തിൽ കൊതിയോടെ തന്റെ പ്രണയത്തെയും നോക്കി നൈല ഇരുന്നു. അവൻ ഇതുവരെ വന്നില്ലല്ലോ. അബി, നീയൊന്ന് സമാധാനപ്പെട്. ഫ്രെഡിയുടെ വീടും മലയുടെ മുകളിൽ തന്നെയാണ്. അവിടുന്ന് കുറച്ചു നടന്ന് താഴെ വന്നെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ. അവന്റെ വീടിന്റെ കുറച്ചുകൂടി മേലെയാണ് സംഗീതയുടെ വീട്. അവൻ വരാൻ സമയമെടുക്കും. എന്നാൽ പിന്നെ ഇവിടെ കുപ്പി കിട്ടുമോ എന്ന് നോക്കിയാലോ? തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ അബിയെ, അവൻ വരുമ്പോൾ നല്ല വാറ്റിയ ചാരായം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീയൊന്ന് സമാധാനപ്പെട്. നിനക്കത് തന്നിട്ടേ മല കയറ്റത്തുള്ളൂ. പ്രവീൺ അബിയെ സമാധാനിപ്പിച്ചതും ഫ്രെഡി ജീപ്പുമായി എത്തിയിരുന്നു. പടിയിറങ്ങിച്ചെന്ന് 4 പേരും കെട്ടിപ്പിടിക്കുകയും വയറ്റിലിടിക്കുകയും ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ട് ഫ്രെഡി ചോദിച്ചു, സംഗീതയുടെ ഫ്രണ്ട് എവിടെയാണ്? ആ കുട്ടിയെ മുകളിൽ അവളുടെ വീട്ടിലെത്തിക്കണം. അവള് കാറിൽ ഇരിപ്പുണ്ട്. നീ തണുപ്പകറ്റാനുള്ള കുപ്പിയെടുത്തേ. അത് കഴിഞ്ഞതിനു ശേഷം അവളെ വിളിക്കാം. അബിയുടെ തിടുക്കം കണ്ട് ചിരിയോടെ ഫ്രെഡി പറഞ്ഞു, ഇവനൊരു മാറ്റവുമില്ലല്ലോ. ആ കുട്ടി ഇറങ്ങിയാലും കുഴപ്പമില്ല. ഞാൻ പെപ്സിയുടെ കുപ്പിയിലാക്കിയാണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും വേറെ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. പെപ്സി കുടിക്കുന്നത് പോലെ കുടിച്ചു പോകാം. ആ കുട്ടിക്ക് സാധാ പെപ്സിയും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി മുകളിൽ ചെന്നിട്ട് ആവശ്യം പോലെ തരാം. എന്നാൽ പിന്നെ സമയം കളയാതെ മൈലാദേവിയെ വിളിക്ക്, നമുക്ക് പോകാം. അപ്പി പറഞ്ഞതും മൈലാദേവിയോ എന്ന ഭാവത്തിൽ പ്രവി നോക്കിയതും നാക്ക് തെറ്റിപ്പോയതാണെന്ന്. ഏതെങ്കിലും ദേവിയാവട്ടെ, നീ വിളിക്ക്. എടാ, ആദ്യം നമുക്ക് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ട് കാർ അവിടെ ഇട്ടിട്ട് ജീപ്പിൽ പോകാം. കാറുമായി മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഫ്രെഡി പറഞ്ഞതും പ്രവീൺ പറഞ്ഞു, ഇത്രയും സമയം ഞാനാണ് വണ്ടി ഓട്ടിച്ചത്. ആരാന്ന് വെച്ചാൽ പോയി വണ്ടി എടുക്കുക. എനിക്ക് വയ്യ. ഓടാ, എനിക്ക് തണുക്കുന്നു. എനിക്കിപ്പോൾ തന്നെ പെപ്സി കുടിക്കണം. അഭിയും കൈയൊഴിഞ്ഞതും ആദം പറഞ്ഞു, വഴക്കിടാതെ നിങ്ങൾ ജീപ്പിൽ കയറിക്കോ, ഞാൻ കാർ എടുത്തോളാം. ആദം കാറിന്റെ നേരെ നടന്നു പോയതും ഫ്രെഡി ചോദിച്ചു, അവൻ എന്തെങ്കിലും സങ്കടമുണ്ടോ? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. അവന്റെ ജീവിതത്തിൽ മാറാതെ നിൽക്കുന്ന ഒരു സങ്കടം മാത്രമേയുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് അവനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ കാര്യമാണോ പ്രവി ഉദ്ദേശിച്ചത്? ഫ്രെഡി സംശയത്തോടെ ചോദിച്ചതും അതുതന്നെയാണെന്ന് അബിയും പറഞ്ഞു. ആദം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് നൈലയോട് ഫ്രെഡി പറഞ്ഞ കാര്യം പറഞ്ഞതിനു ശേഷം പിന്നീട് ഒന്നും മിണ്ടാതെ ജീപ്പിന് പുറകെ വണ്ടിയെടുത്തിരുന്നു. പുറത്തേക്കിറങ്ങിയപ്പോഴുള്ള തെളിച്ചം ആദത്തിന്റെ മുഖത്തില്ലെന്ന് നൈലയ്ക്ക് മനസ്സിലായി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓടിട്ട വീടിന്റെ മുന്നിൽ ജീപ്പ് നിർത്തിയിട്ട് ഫ്രെഡി ഇറങ്ങിയപ്പോൾ ആദവും കാറും മുറ്റത്തേക്ക് കയറ്റിയിരുന്നു. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്. അവൻ ഫാമിലിയായി ദുബായിലാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 ദിവസത്തേക്ക് അവന്റെ ചിറ്റമ്മയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി ഇവിടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സാധനങ്ങളൊക്കെ അകത്ത് വെച്ചിട്ട് കാറും പൂട്ടി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീടിന്റെ താക്കോല് നീട്ടി പറയുന്ന ഫ്രെഡിയുടെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങി കാറിലേക്ക് വെച്ചിട്ട് ആദം പറഞ്ഞു, വീടൊക്കെ പിന്നെ തുറന്നു കാണാം. നമുക്കിപ്പോൾ മുകളിലേക്ക് പോകാം. സാധനങ്ങളൊക്കെ കാറിൽ തന്നെ ഇരിക്കട്ടെ.
അപ്പോഴേക്കും ബാഗുമായി നൈലയും പുറത്തിറങ്ങി വന്നു. ആ പെങ്ങളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? തന്നെ അങ്ങ് എത്തിക്കാതെ സംഗീത എനിക്ക് സ്വസ്ഥത തരില്ല. ഫ്രെഡിയുടെ ചോദ്യത്തിന് നിറഞ്ഞ ചിരിയോടെ മറുപടി പറഞ്ഞിട്ട് നൈല ജീപ്പിന്റെ ഫ്രണ്ടിൽ കയറിയിരുന്നപ്പോൾ ബാക്കിയുള്ളവർ 3 പേരും ബാക്കിൽ കയറിയിരുന്നു. ഫ്രെഡി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് പെപ്സിയുടെ കുപ്പി നൈലയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിച്ചോ, ഇനി മുകളിലോട്ട് പോകുമ്പോൾ തണുപ്പ് കൂടിക്കൂടി വരും. അവൾക്ക് കൊടുത്തതിനൊപ്പം ആദത്തിനും കൊടുത്തിരുന്നു. ജീപ്പ് ആടിക്കുലുങ്ങി മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോഴും ആദവും പ്രവിയും അബിയും അവൻ കൊടുത്ത പെപ്സിയുടെ ഫുള്ളും കുടിച്ച് തീർത്തിട്ട് അടുത്തതും എടുത്ത് കുടിക്കാൻ തുടങ്ങി. 3 പേർക്കും വലുതായി കിക്കായില്ലെങ്കിലും ചെറുതായി മന്ദത തോന്നി തുടങ്ങിയിരുന്നു. നൈല അവൻ കൊടുത്ത പെപ്സി പോലും കുടിക്കാൻ കഴിയാതെ ഉലയുന്ന ജീപ്പിൽ ഭയത്തോടെ പിരിച്ചിരുന്നു. കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ജീപ്പ് ആളൊഴിഞ്ഞ പുരയിടത്തിലേക്ക് ഒതുക്കിയിട്ട് പുറത്തേക്ക് ചാടിയിറങ്ങി ഫ്രെഡി പറഞ്ഞു, ഇനി അങ്ങോട്ട് ജീപ്പ് പോകില്ല, നടന്നു പോകണം. ദോ ആ മുകളിൽ കാണുന്നതാണ് എന്റെ വീട്. അതിനു മുകളിൽ വെട്ടം കാണുന്നതാണ് സംഗീതയുടെ വീട്. വഴിയിൽ നിന്നും മുകളിലേക്ക് നോക്കിയ 4 പേരുടെയും തല കറങ്ങിപ്പോയി. കുത്തനെ കിടക്കുന്ന മല പോലെ അവർക്ക് തോന്നി. ബാഗും പിടിച്ച് ഈ മല എങ്ങനെ കയറുമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ നൈലയ്ക്ക് തല കറങ്ങി. ആലോചിച്ചു നിൽക്കാൻ സമയമില്ലാതെ അവർ നടക്കുന്നതിനൊപ്പം നൈലയും നടക്കാൻ തുടങ്ങി. മുകളിലേക്ക് കയറും തോറും തണുപ്പ് കൂടി കാലുകൾ കുഴയുന്നത് പോലെ അവൾക്ക് തോന്നി. മുന്നിൽ കയറുകയായിരുന്ന അബി തിരിഞ്ഞു നോക്കിയപ്പോൾ ബാഗും സാരിയുമായി കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുന്ന നൈലയെ കണ്ടതും അവിടെ നിന്ന് അവളുടെ കയ്യിലെ ബാഗ് വാങ്ങിയിട്ട് അവൻ നടക്കാൻ തുടങ്ങി. വയറ്റിൽ ചെന്ന സാധനം പണി തുടങ്ങിയതിനാൽ ക്ഷീണവും തളർച്ചയും ഒന്നും അവർ 3 പേരും അറിഞ്ഞില്ല. ഫ്രെഡിയുടെ വീടെത്താറായപ്പോൾ തന്നെ നൈല വിയർത്ത് കുളിച്ച് തളർന്നുപോയി. ഫ്രെഡിയുടെ ഫോൺ ബെല്ലടിച്ചതും അവൻ അതെടുത്തിട്ട് ഇപ്പൊ വരാം അപ്പച്ച എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഡാ, അപ്പച്ചനാണ് വിളിച്ചത്. എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നൈലയെ മുകളിലേക്ക് ഒന്നാക്കാമോ? സംഗീതയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. വീട്ടിലുള്ളവർ കല്യാണത്തലേന്ന് രാത്രിയിൽ അവളെ പുറത്തേക്ക് വിടില്ല. അവരൊക്കെ വളരെ പഴയ ആൾക്കാരാണ്, ചില വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവർ. അത് കുഴപ്പമില്ല, നീ ചെല്ല്, ഞങ്ങൾ ആക്കിയിട്ട് വരാം. അബി പറഞ്ഞതും പ്രവി ഉടനെ പറഞ്ഞു, എന്നാൽ പിന്നെ നീ കൊണ്ടാക്കിയിട്ട് വാ, ഞങ്ങൾ ഇവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. നോ 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 നോ, അത് പറ്റില്ല. നമ്മൾ 3 പേരും ഒരുമിച്ച് കൊണ്ടാക്കിയിട്ട് ഒരുമിച്ച് തിരിച്ചു വരും. എല്ലാവരും കേൾക്കെ ഉറക്കെ അത് പറഞ്ഞിട്ട് പ്രവിയുടെ കോളറിൽ പിടിച്ച് ചെവിയോട് ചുണ്ടു ചേർത്ത് ചെറിയ ശബ്ദത്തിൽ അബി പറഞ്ഞു, ഒന്നാമത് വയറിൽ ചെന്ന സാധനം പണി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ കൂരിരുട്ടത്ത് തൊട്ടാൽ പൊട്ടുന്ന സുന്ദരിയായ യുവതിയും ശരിയാവില്ല മോനെ. നീ ചെല്ലളിയ, ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് വരാം. പ്രവി അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അബി നൈലയുടെ ബാഗ് പ്രവിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അവനെ നോക്കി പല്ല് ഞെരിച്ചിട്ട് അതുമായി പ്രവി വലിഞ്ഞു നടന്നു. പ്രവീണും അബിയും മുന്നേ പോയപ്പോൾ അവരുടെ തൊട്ടുപുറകിൽ നൈലയും നടക്കാൻ തുടങ്ങി. അവളുടെ പുറകിലായി ആദവും കയ്യിലിരുന്ന കുപ്പി കുടിച്ച് നിശബ്ദമായി നടന്നു. വഴിയിൽ കിടന്ന ഉരുളൻ കല്ലിൽ ചവിട്ടി നൈലയുടെ കാല് സ്ലിപ്പായപ്പോൾ അവൾ താഴെ വീഴാതെ ആദത്തിന്റെ കൈകൾ അവളെ താങ്ങിയതും ഒരു കൈ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിലും ഒരു കൈ അവളുടെ വലിയ മാറിലും ശക്തമായി മുറുകി. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.